പറയാൻ എളുപ്പമാ. എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നത് കൂടുതൽ സ്നേഹിച്ചവരെന്നാവുമ്പോ തളർന്നു പോവും. തെറ്റും ശരിയൊക്കെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇതൊന്നും സച്ചിയുടെ തെറ്റല്ല. സമാധാനമായി കാര്യങ്ങളെ നേരിട്ടാ മതി, എല്ലാം ശരിയാവും. ഞാനല്ലേ പറയുന്നത്, ധൈര്യമായിട്ടിരിക്കും. നല്ലപോലെ മഴ പെയ്യും തോന്നല്ലോ മോളെ. ഈ ഇടിയും മിന്നലൊക്കെ അതിന്റെയാ. എന്താ അമ്മേ? എന്താ ആന്റി, എന്താ പറ്റിയ? നീ കണ്ടില്ലേ ഈ ഇടിയും മിന്നലും? അമ്മ എന്തിനാ ഇത്രയും പേടിക്കുന്നേ? അമ്മയ്ക്ക് ഈ ലോകത്ത് ആകെ പേടിയുള്ള സാധന ഇടിമിന്നല്. ഈ ആന്റിയുടെ ഒരു പേടി. താനെന്തിനെ പേടിക്കുന്നേ? എടോ, ഇത് ക്വൈറ്റ് നാച്ചുറൽ അല്ലേ? പേടിയോ? എന്താ എന്താ മോളെ, എന്താ? നിന്റെ ഇരിപ്പ് കണ്ട നിന്റെ തലയിലാണ് ഇടിമിന്നൽ വീണേന്ന് തോന്നൂല്ലോ. എന്താ മോളെ? അമ്മ ചോദിച്ചത് കേട്ടില്ലേ? വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറയും. എന്താ കാര്യം? ഇടികെട്ടിയപ്പോ അല്ലാണ്ട് പേടിച്ചു പോയി. കുട്ടിക്കാലം മുതൽ എനിക്ക് പേടിയുള്ള ഒരു കാര്യം ഇത് മാത്രം. അത് സാരില്ല മോളെ, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കിടന്നാ മതി, ഒക്കെ മാറിക്കോളും. മോൾക്ക് കുടിക്കാൻ വല്ലതും വേണോ? ഈ ഇരിക്കുന്ന പിന്നെ എന്താ, തൊട്ടുകടലയാണോ? ആ ശരിയാ, വെള്ളം ഇവിടെ ഉണ്ടല്ലോ. മോൾ ഇത്തിരി വെള്ളം കുടിച്ചിട്ട് പ്രാർത്ഥിച്ചു കിടക്ക. അമ്മ ഇങ്ങ് വന്നേ, വെറുതെ ഓരോ കോപ്രായങ്ങൾ. വാ വാ. എന്താടി? എന്താ? പിന്നെ അമ്മ ആ സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് ഹിപ്നോട്ടിസ് ചെയ്ത് മറിച്ചതൊക്കെ ഒരു ഇടിമിന്നല് വരുമ്പോ പൊളിഞ്ഞു വീഴാനുള്ളതാണോ? അവളിനി പതുക്കെ പതുക്കെ ഓരോന്നായി ഓർത്തെടുക്കാൻ തുടങ്ങും. അമ്മ സൂക്ഷിച്ചോ. എനിക്കൊരു സംശയമുണ്ട്, ഇനി ഇതൊക്കെ അവളുടെ അഭിനയാണോന്ന്. ഈശ്വര, വേണോ? വേണ്ടെങ്കി വേണ്ട. രാജുവേ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ആ
ഇങ്ങ് തന്നേക്ക്, ഞാൻ കൊടുത്തോളാം. എന്താ നോക്കുന്നേ? വിശ്വാസം വരുന്നില്ലേ? അല്ല, ഓരോ നിമിഷം സ്വഭാവം മാറുന്ന ആളാണല്ലോ ചേച്ചി. അതുകൊണ്ട് ഇത് വിശ്വസിക്കാൻ ഒരു പ്രയാസമുണ്ട്. നീ എന്നെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. എന്റെ സ്ഥാനത്ത് നീ ആണെങ്കിലും ചിലപ്പോ ഇങ്ങനെയൊക്കെ പെരുമാറും. ആ, അത് ചേച്ചിക്ക് എന്നെ കുറിച്ച് അറിയാത്തതുണ്ട്. ആ, അല്ലെങ്കിലും നിന്നെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ലല്ലോ. എന്നെ കുറിച്ച് അറിയാനായിട്ട് ഒന്നുമില്ല. എന്റെ സ്വഭാവം എല്ലാ സമയത്തും ഒരുപോലെ തന്നെ ആയിരിക്കും. അധികം നിന്ന് വാചമടിക്കാതെ നീ പോവാൻ നോക്ക്, ഞാൻ കൊടുത്തോളാം. ആഹാരം കൊടുക്കുമ്പോഴെങ്കിലും ഇത്തിരി സ്നേഹത്തോടു കൂടി കൊടുക്കണേ. ദാ, കഴിക്കാം. എന്റെ കയ്യിൽ നിന്ന് കുറച്ച് മണ്ടത്തരങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അത് നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നും അല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അന്ന് രാത്രി നിങ്ങൾക്ക് സമൃദ്ധിയെക്കുറിച്ച് എന്തോ രഹസ്യം അറിയാന്ന് പറഞ്ഞില്ലേ? അതെന്നോടൊന്ന് പറയാമോ? നിന്നോട് രഹസ്യം ഞാൻ പറയാനോ? കൊള്ളാം. അതിനേക്കാളും നല്ലതേ പത്രത്തിലൊരു വാർത്ത കൊടുക്കുന്ന. നിങ്ങളെന്താ ആലോചിക്കുന്നേ? പറയൂ, എന്താ അവളെ കുറിച്ചുള്ള രഹസ്യം? ഓ, നിങ്ങൾക്കറിയാം, പറയില്ല എന്നല്ലേ? വേണ്ട, പറയണ്ട. അവളാണല്ലോ നിങ്ങൾക്കിപ്പോ എന്നെക്കാളും വലുത്.